ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നടപ്പ് സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കും. ജനക്ഷേമം, തൊഴിൽ സൃഷ്ടി, പൊതുനിക്ഷേപം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് പ്രതീക്ഷ. അടുത്ത 5 വർഷത്തെ രാജ്യത്തിന്റെ പ്രയാണത്തിന് ദിശാബോധം നൽകുന്നതാകും NDA സർക്കാരിന്റെ മൂന്നാം ഊഴത്തിലെ ആദ്യ ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2030 വരെയുള്ള കാലയളവിൽ കാർഷികേതര മേഖലയിൽ പ്രതിവർഷം 78.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി സാമ്പത്തിക സർവേ. ധനകമ്മി കുറയുമെന്നും സർവേ. ഒളിമ്പിക്സിനായുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് ലോക്സഭ ചർച്ച ചെയ്തു. തൊഴിലില്ലായ്മ കുറയുന്നതായി ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ച് തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ. കേരളത്തിൽ നിപ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ICMR സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബ് സന്ദർശിച്ച് സജ്ജീകരണങ്ങൾ വിലയിരുത്തി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടും. വാർത്തകൾ വിശദമായി. നടപ്പ് സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കും. ജനക്ഷേമം, തൊഴിൽ സൃഷ്ടി, പൊതുനിക്ഷേപം എന്നിവയ്ക്ക് ബജറ്റ് എത്രത്തോളം ഊന്നൽ നൽകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കൈവരിച്ച 8.2% വളർച്ചയോടെ കുതിപ്പിന്റെ പാതയിലുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സമീപഭാവിയിൽ മൂന്നാമത്തെ വലിയ ആഗോള സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സമ്പൂർണ്ണ ബജറ്റിൽ ആരോഗ്യം, കർഷകക്ഷേമം, തൊഴിലുറപ്പ്, വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള പദ്ധതി വിഹിതത്തിൽ വർധന പ്രതീക്ഷിക്കാം. PM കിസാൻ സമ്മാൻ നിധി മുഖേനയുള്ള വാർഷിക ആനുകൂല്യം 6000 രൂപയിൽ നിന്നും ഉയർത്താനും സാധ്യതയുണ്ട്. ഇടത്തരം വരുമാനക്കാരും മധ്യവർഗവും കൂടുതൽ നികുതി ഇളവുകൾ പ്രതീക്ഷിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ GDPയിൽ അതിവേഗ വളർച്ച സാധ്യമാകുമെന്നതിനാൽ ഈ മേഖലയ്ക്കുള്ള വിഹിതം 12 ലക്ഷം കോടിയായി ഉയർത്തിയേക്കും. മുദ്ര വായ്പാ തുക ഇരട്ടിപ്പിക്കലും പ്രതീക്ഷിക്കാം. 10 കോടി ദരിദ്ര കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന PM ജൻ ആരോഗ്യ യോജനയ്ക്കുള്ള വിഹിതത്തിൽ വർധനയുണ്ടാകും. ഡിജിറ്റൽ UPI അതിവേഗ വളർച്ചയ്ക്കുതകുന്ന പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടാകും. ഉത്പാദന ബന്ധിത പ്രോത്സാഹന പദ്ധതിക്ക് അനുവദിച്ച 1.97 ലക്ഷം കോടി പൂർണ്ണമായും വിനിയോഗിക്കാത്ത സാഹചര്യത്തിൽ കൂടുതൽ മേഖലകളെ പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്നാണ് സൂചന. പുതിയ കമ്പനികൾക്കുള്ള വരുമാന നികുതി ഇളവ് നീട്ടാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര ബജറ്റ് അടുത്ത 5 വർഷത്തെ രാജ്യത്തിന്റെ പ്രയാണത്തിന് ദിശാബോധം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047ഓടെ വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബജറ്റ് അടിത്തറ പാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക വളർച്ച നിലനിർത്തുന്നതിനും ധനക്കമ്മി കുറയ്ക്കുന്നതിനും പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെയും പിന്തുണയ്ക്കുന്നതുമായ ബജറ്റാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധൻ VK വിജയകുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. സാമ്പത്തിക വളർച്ചയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ബജറ്റ് ആയിരിക്കും. 3 വർഷം തുടർച്ചയായി 7%-ലധികം സാമ്പത്തിക വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഇന്ത്യ. ഈ നിരക്കിലുള്ള സാമ്പത്തിക വളർച്ച കൈവരിച്ചിട്ടുള്ള ലോകത്തിലെ വലിയ രാജ്യങ്ങളിൽ ഏക രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഈ ഉയർന്ന വളർച്ചാ നിരക്ക് തുടർന്നു കൊണ്ടുപോകേണ്ടത് നമ്മൾ നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികൾ അഡ്രസ് ചെയ്യാൻ അത്യാവശ്യമാണ്. അപ്പൊ ആ ഗ്രോത്ത് ഓറിയന്റേഷൻ ബജറ്റിൽ ഉണ്ടാവും. സാമ്പത്തിക അച്ചടക്കം, ധനകാര്യ അച്ചടക്കത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കും ബജറ്റ്. ധനക്കമ്മി 5.1% എന്നുള്ളതായിരിക്കും ഈ വർഷത്തെ ലക്ഷ്യം. ഇടക്കാല ബജറ്റിൽ അങ്ങനെയായിരുന്നു. ഇത്തവണ 5.1 എന്നുള്ളതിനേക്കാളും സ്വല്പം കുറയാനും സാധ്യതയുണ്ട്. സാമ്പത്തിക വളർച്ച ഉയർന്നതായതുകൊണ്ടും നികുതി വരുമാനത്തിലുള്ള കളക്ഷൻസ് കൂടുതലായതുകൊണ്ടും സർക്കാരിന് കമ്മി കുറയ്ക്കാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഇടത്തരക്കാർക്ക് ഇൻകം ടാക്സിൽ ആനുകൂല്യങ്ങൾ നൽകാനുള്ള സാഹചര്യമുണ്ട്. ചെറിയ തോതിൽ നികുതികളിലുള്ള നിരക്കിലും കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഗവൺമെന്റിന്റെ വലിയ ഫ്ലാഗ്ഷിപ്പ് ക്ഷേമ പദ്ധതികളായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത് മുതലായിട്ടുള്ള പദ്ധതികൾക്ക് കൂടുതൽ വകയിരുത്തൽ ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിലുപരിയായിട്ട് ഇതേവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത പുതിയ നൂതനമായിട്ടുള്ള ക്ഷേമ പദ്ധതികളും ഇത്തവണ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. രാവിലെ 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ഊഴത്തിലെ ആദ്യ ബജറ്റും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 7ാമത്തെ ബജറ്റുമാണ് ഇത്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി സാമ്പത്തിക സർവേ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നലെ അവതരിപ്പിച്ചു.
കൃഷി, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, സ്വകാര്യ നിക്ഷേപം, ഹരിത പരിവർത്തന ധനസഹായം, വിദ്യാഭ്യാസ, തൊഴിൽ വിടവ് പരിഹരിക്കൽ, സർക്കാർ നയങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കൽ എന്നീ 6 മേഖലകൾക്ക് സർവേ പ്രാമുഖ്യം നൽകുന്നു. നടപ്പ് സാമ്പത്തിക വർഷം 6.5 മുതൽ 7% വരെ വളർച്ചയും ധനക്കമ്മി 5.6% കുറയുമെന്നും സർവേ പ്രവചിക്കുന്നു. 2030 വരെയുള്ള കാലയളവിൽ കാർഷികേതര മേഖലയിൽ പ്രതിവർഷം 78.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത സാമ്പത്തിക സർവേ ഊന്നിപ്പറയുന്നു. കേന്ദ്ര ധനമന്ത്രി ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ സർക്കാർ നടപ്പിലാക്കിയ വിവിധ പരിഷ്കാരങ്ങളുടെ ഫലങ്ങൾ വ്യക്തമാക്കുന്നതാണെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ സ്ഥിതി ഉയർത്തിക്കാട്ടുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് കൂടുതൽ വളർച്ചയും പുരോഗതിയും കൈവരിക്കേണ്ട മേഖലകൾ സർവേയിൽ തിരിച്ചറിയുന്നുവെന്നും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം സാമ്പത്തിക സർവേ റിപ്പോർട്ട് തള്ളി കോൺഗ്രസ്. രാജ്യത്തിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ അകലെയാണ് സാമ്പത്തിക സർവേ എന്ന് ലോക്സഭയിലെ കോൺഗ്രസ് ഉപനേതാവ് ഗൌരവ് ഗൊഗോയ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും രൂക്ഷമാണെന്നും റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനം ദരിദ്രരുടെയും ഇടത്തരക്കാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് കുറയുന്നു. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ ഇക്കാര്യം അറിയിച്ചത്. ഏറ്റവും പുതിയ വാർഷിക സർവേ റിപ്പോർട്ടുകൾ പ്രകാരം 15 വയസ്സും അതിൽ കൂടുതലുമുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് 2020-21 4.2%, 2021-22 4.1%, 2022-23 3.2%. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിനും 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കാനുമുള്ള നിർദ്ദേശം ഇല്ലെന്നും ധനകാര്യ സഹമന്ത്രി സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിനായുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പിനെ സംബന്ധിച്ച് ഇന്നലെ ലോക്സഭ ചർച്ച ചെയ്തു. 470 കോടി രൂപയാണ് ഒളിമ്പിക്സ് തയ്യാറെടുപ്പുകൾക്കായി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചതെന്ന് സഭയിൽ ചർച്ച ആരംഭിച്ച് ബിജെപിയിലെ ഡോക്ടർ സഞ്ജയ് ജയ്സ്വാൾ പറഞ്ഞു. കായിക താരങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനും അവരെ പിന്തുണയ്ക്കുന്നതിനും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുമുള്ള നയം രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് ദീപേന്ദർ സിംഗ് ഹൂഡ ഊന്നി പറഞ്ഞു. ക്ലാസിക്കൽ ഭാഷകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഇന്ത്യൻ ഭാഷകളുടെ പ്രചാരണത്തിന് ദേശീയ വിദ്യാഭ്യാസ നയം പ്രാധാന്യം നൽകുന്നുണ്ട്. മലയാളം, തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, ഒഡിയ എന്നിങ്ങനെ 6 ക്ലാസിക്കൽ ഭാഷകളുടെ ഉന്നമനത്തിനായി വിവിധ കേന്ദ്ര സ്ഥാപനങ്ങളും കേന്ദ്ര സർവകലാശാലകളും പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയെ അറിയിച്ചു. മലയാളത്തിന്റെ ശ്രേഷ്ഠ ഭാഷാ പദവിയുമായി ബന്ധപ്പെട്ട പദ്ധതി നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നീറ്റ് UG പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഇതുവരെ ഒരു സംഭവം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പട്നയിൽ നടന്ന സംഭവത്തിൽ CBI അന്വേഷണം നടത്തുകയാണെന്നും നീറ്റ് പരീക്ഷാ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 7 വർഷത്തിൽ ഇത്തരം സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്ത് പേപ്പർ ചോർച്ചാ സംഭവങ്ങൾ വ്യാപകമായെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങൾ ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയവേ അദ്ദേഹം തള്ളി. നീറ്റ് ചോദ്യങ്ങളിലെ പിഴവ് പരിശോധിക്കാൻ IIT ഡൽഹിയെ നിയോഗിച്ച് സുപ്രീം കോടതി. കഴിഞ്ഞ മേയിൽ നടന്ന നീറ്റ് UG പരീക്ഷയിൽ ഒരു ഫിസിക്സ് ചോദ്യത്തിന് 2 ശരി ഉത്തരം ഓപ്ഷൻ നൽകാനുള്ള ദേശീയ പരീക്ഷാ ഏജൻസിയുടെ തീരുമാനം വിദഗ്ധ സംഘത്തിന്റെ സഹായത്തോടെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് സുപ്രീം കോടതി നിർദ്ദേശം. കേരളത്തിൽ നിപ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 9 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സമ്പർക്ക പട്ടികയിൽ തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിലുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ 2 പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ്. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ ആതിഥേയരായ ശ്രീലങ്ക മലേഷ്യയെ 144 റൺസിന് പരാജയപ്പെടുത്തി. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ശ്രീലങ്ക നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ 40 റൺസ് മാത്രമെടുത്ത മലേഷ്യ 1 ബോൾ ബാക്കി നിൽക്കെ എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ നേപ്പാളിനെയും പാകിസ്ഥാൻ UAEയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. നടപ്പ് സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കും. ജനക്ഷേമം, തൊഴിൽ സൃഷ്ടി, പൊതുനിക്ഷേപം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് പ്രതീക്ഷ.
അടുത്ത 5 വർഷത്തെ രാജ്യത്തിന്റെ പ്രയാണത്തിന് ദിശാബോധം നൽകുന്നതാകും NDA സർക്കാരിന്റെ മൂന്നാം ഊഴത്തിലെ ആദ്യ ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2030 വരെയുള്ള കാലയളവിൽ കാർഷികേതര മേഖലയിൽ പ്രതിവർഷം 78.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി സാമ്പത്തിക സർവേ. ഒളിമ്പിക്സിനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് ലോക്സഭ ചർച്ച ചെയ്തു. കേരളത്തിൽ നിപ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ICMR സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബ് സന്ദർശിച്ച് സജ്ജീകരണങ്ങൾ വിലയിരുത്തി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 2:15.